ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങളൊക്കെ വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്ക്, ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒന്ന് ഒരു മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുക്കണം. നല്ല ഫൈനായിട്ട് പൊടിച്ചെടുത്ത ശേഷം പിന്നെ നമുക്ക് അതിനൊരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഓപ്ഷണലാണ്, വേണ്ടാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കുന്നില്ല. എന്നിട്ട് കൈവച്ച് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കാം. അങ്ങനെ കുഴച്ചെടുത്ത ശേഷം പിന്നെ 1 ടീസ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോവില്ല. എന്നിട്ടൊരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ നമുക്കിതിങ്ങനെ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ പരത്തിയെടുക്കാം. ഒരു മീഡിയം തിക്നെസ്സിൽ വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. അങ്ങനെ പരത്തിയെടുത്ത ശേഷം പിന്നെ നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവലാക്കി എടുക്കാം. അപ്പോൾ ഇത് ഈ നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് മുഴുവനായിട്ടും ഒരുമിച്ച് വലിയ റൗണ്ടിൽ പരത്തിയെടുക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 3 ബാച്ചായിട്ടാണ് ഈ മാവ് ഇങ്ങനെ പരത്തിയെടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിങ്ങനെ ചെറിയൊരു സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ഇതിനെ വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പരത്തി നന്നായിട്ട് ഷേപ്പ് ചെയ്തെടുത്തിട്ട് വരാം. മുഴുവനായിട്ടും പരത്തി ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം അതിലോട്ട് 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കോരി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഓയിൽ നല്ല ചൂടുണ്ടായിരിക്കണം. എന്നിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് നന്നായിട്ട് ക്രിസ്പിയും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. പെട്ടെന്ന് റെഡിയായി കിട്ടുന്ന നല്ലൊരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്.